സ്റ്റൈൽ ഇൻസ്പിറേഷൻ ആരാണ്? അത് ഒരു വ്യക്തിയല്ല. ഞാൻ വളർന്ന സാഹചര്യം കോഴിക്കോട്, എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ ഏർലി 2000s ലേറ്റ് 90s അവിടുത്തെ SM സ്ട്രീറ്റിൽ വാസ് എ ക്ലോത്തിങ് സ്റ്റോഴ്സ്, ഈ തുണിക്കടകളുണ്ടായിരുന്നു. അന്ന് ഇമ്പോർട്ടഡ് ക്ലോത്ത്സും പരിപാടികളും അവിടെ ഒരു ഫാഷൻ ക്യാപിറ്റൽ പോലെയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് കാണുന്ന ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു എവറി ഫെസ്റ്റിവൽ ഓർമ്മയാണ്. പിന്നെ ഈ പറയുന്ന ഡാൻസ് ഒരു ഘടകമാണ്. നമ്മൾ ഡാൻസ് ഫോളോ ചെയ്യുമ്പോൾ ഡാൻസേഴ്സ് എല്ലാവരും കുറച്ച് എന്താ പറയുക, എഡ്ജി ഫാഷൻ അല്ലെങ്കിൽ കുറച്ച് ലൗഡ് ഫാഷനോ അല്ലെങ്കിൽ വാട്ട് എവർ യു കോൾ ഇറ്റ്, അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഡാൻസേഴ്സ് ഡ്രസ് വെൽ. അപ്പോൾ ഞാൻ ഡാൻസർ എന്നുള്ള രീതിയിലും അതിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രൈമറിലി അതായിരിക്കാം. പിന്നെ എന്തോ എസ്തെറ്റിക്സിനോട് ഒരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ട്. ജെൻസിയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ പണ്ടേ വിത്തടാ എന്ന മൈൻഡ് ഉണ്ടോ? അങ്ങനെ ഞാൻ നോക്കാറില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പണ്ട് കുറച്ച് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടെ. സ്റ്റീരിയോടൈപ്സിനെ അന്നേ ബ്രേക്ക് ചെയ്ത ഒരാളാണ്. അതെ അതെ. അപ്പൊ അത് അന്ന് കുറെ വെടികൊണ്ട് അന്ന് നമ്മൾ ഓടൺ പീസ് ആയിരുന്നല്ലേ കാലത്തിന് മുന്നേ. അതെ. ഇപ്പൊ മറ്റേ തൊലിക്കട്ടി കൂടിയോണ്ട് ഇപ്പൊ. പക്ഷെ ഞാൻ അങ്ങനെ മറ്റേ ഈ എന്താ പറയാ, അരോചകമാം വിധം പുഷിയായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് അല്ല ഇടാറുള്ളത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ് മൈറ്റ് നോട്ട് ബി വെരി കോമൺ ഇൻ അങ്ങനെയായിരുന്നു എനിക്കൊന്നും തോന്നിയിട്ടുള്ളത്. പിന്നെ പൊതുവിൽ ഇവിടെ പണ്ട് ഈ സ്ലൈറ്റ്ലി ഓവർ ദ ടോപ്പ് ആയാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു നേച്ചർ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അതൊക്കെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ടാവും, മാറിക്കൊണ്ടേ ട്രെൻഡുകളൊക്കെ മാറിക്കൊണ്ടേ. അതെ അതെ അതെ. അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ഞാൻ അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. ബട്ട് ഐ ഹാവ് എൻ ഐ ഫോർ ഇറ്റ്. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്ത പരിപാടികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പലരും എവിടെ നിന്ന് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും ഓരോ സാധനങ്ങൾ. അപ്പം നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ തേടി കണ്ടുപിടിക്കാനുള്ള ഒരു ത്വരയും ഒരു ഇഷ്ടവും ഉണ്ട്. ലൗഡ് കളേഴ്സ് ആണോ ഇഷ്ടം? നോട്ട് ഓൾവേസ്, ബട്ട് ഐ ലൈക്ക് പോപ്പ് കളേഴ്സ്. എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ അല്ലാതെയും മോണോക്രോമിലും ഡ്രസ് ചെയ്യാറുണ്ട്. ബട്ട് യെസ്, ഐ ലൈക്ക് പോപ്പ് കളേഴ്സ്. ഐ ഡു അഗ്രി. ചങ്കി ആയിട്ടുള്ള സാധനങ്ങളോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടോ? Yeah, you can say that. ചങ്കി സ്നീക്കേഴ്സും. പക്ഷെ അപ്പ് ലേറ്റ്ലി ആ ചങ്കി ഫാഷൻ പോയിട്ട് കുറച്ചുകൂടെ സ്ലീക്ക് ഫാഷനിലേക്ക് വീണ്ടും റീസർഫേസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടീനെ കൂടെ അതേ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ശ്രമിക്കുന്നതേ അല്ല, അവൾക്ക് അത് നാച്ചുറലി ഉണ്ട്. അവൾ നാച്ചുറലി ഈ ഡ്രസ്സിങ് പരിപാടി അവള് എവിടുന്നും അവൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ അത് അതാ പറഞ്ഞത്. ഞാനപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്റ്റൈലൊന്നും അല്ല കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഫാഷൻ ഇപ്പോൾ ബേസിക്കലി അറിയാലോ ആൽഗോരിതം എങ്ങനെയാണ് നമ്മൾ അതിലോട്ട് എത്തിക്കുന്നത്. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ തപ്പിപ്പിടിച്ച് ഇതെവിടെ കിട്ടും. ഇപ്പം ഞാൻ കൊറിയന്നൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ഇമ്പോർട്ട് ചെയ്യും. മറ്റേ കൊറിയൻ ഫാഷൻ ഭയങ്കര ഫാനാണ്. കൊറിയൻ ഫാഷൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പം അതേപോലെ US നിന്ന് മാത്രം കിട്ടുന്ന ചില സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വരുമ്പം, കാരണം നമ്മൾ നേരെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടാക്സ് ഇരട്ടി വിലയാവും. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് ഇതിന് പണിയെടുക്കും. അതൊരു താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത്, അല്ലാണ്ട് മറ്റേ നോട്ട് ടു സ്റ്റേ റെലവൻറ്റ് ഓർ എനിത്തിങ്. അങ്ങനെ മേടിച്ച് വെച്ചതിൽ ഒരു 10% ഇടാറുള്ളൂ ഞാൻ.